ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നുള്ള സബ്ജക്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് പാർട്ടുകളാണ്. മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, പിന്നെ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിലെ കോൺട്രിബ്യൂട്ടേഴ്സും അവരുടെ കോൺട്രിബ്യൂഷനും എന്താണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടാണ്. അത് 4 സ്റ്റേജസിലൂടെയാണ് നമ്മളോട് പറയുന്നത് അല്ലേ. എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് മേ ബി ഡിവൈഡ് ഇൻറ്റു 4 സ്റ്റേജ്. ആ 4 സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പീരീഡ്, ക്ലാസിക്കൽ തിയറി, നിയോ ക്ലാസിക്കൽ തിയറി ഓർ ബിഹേവിയർ അപ്രോച്ച്, മോഡേൺ തിയറി ഓർ സിസ്റ്റം അപ്രോച്ച്. അങ്ങനെ 4 സ്റ്റേജസിലൂടെയാണ് അതിൻ്റെ എവല്യൂഷൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പീരീഡാണ്. ഈ പണ്ട് ആളുകൾ കൂട്ടം കൂടി തൊഴിൽ ചെയ്യുന്ന സമയത്ത് തന്നെ മാനേജ്മെൻറ്റ് എന്നുള്ള ആശയം നിലനിന്നിരുന്നത്. ചൈനേൻ്റെ വൻമതിൽ, ഈജിപ്തിലെ പിരമിഡൊക്കെ അതിനുദാഹരണമാണ്. ഈ 1750 ശേഷം വെസ്റ്റേൺ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ടായി. ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് ഫാക്ടറി സിസ്റ്റത്തിലേക്ക് വഴിവെച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൊഡക്ഷൻ അത് കാരണം കൂടി, വർക്കേഴ്സിൻ്റെയും മെഷീൻ്റെയും മെറ്റീരിയൽസിൻ്റെ ഒക്കെ ആവശ്യം കൂടുതലായിട്ട് വന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം നടക്കണ കാലഘട്ടമാണ് ആ ഒരു സമയം. ദ ബിഗിനിങ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ദ മിഡിൽ ഓഫ് ദ 18th century ഹാഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ മാനേജ്മെൻറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ തുടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, 18th century മിഡിലായിട്ടുള്ള ആ ഒരു സമയത്താണ് അത് മാനേജ്മെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ബ്രിങ് അബൌട്ട് എ കംപ്ലീറ്റ് ചേഞ്ച് ഇൻ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ മെത്തേഡിലും ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഒരു മെത്തേഡിലും അതേമാതിരി ലേബർ ഓർഗനൈസേഷൻ്റെ മെത്തേഡിലും ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റിലും ഒക്കെ ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പീരീഡ്. ടൈലറും മറ്റു വ്യക്തികളും ചേർന്നിട്ട് ആരംഭിച്ചിട്ടുള്ള സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് മുമ്പുള്ള കാലഘട്ടത്തിനെയാണ് പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ബിഫോർ 1880 1850 മുമ്പുള്ള കാലഘട്ടത്തിനെയാണ് പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പീരീഡ് എന്നും കൂടി ഓർത്ത് വെക്കുക. അടുത്തത് ക്ലാസിക്കൽ തിയറിയാണ് അല്ലേ. ക്ലാസിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1880 മുതൽ 1930 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനെയാണ് ക്ലാസിക്കൽ തിയറിയിൽ പറയണത്. അതിൽ കുറച്ച് സയൻറ്റിസ്റ്റുകളെ പേര് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഫസർ ചാൾസ് ബാബേജ്, ജെയിംസ് വാട്ട് ജൂനിയർ, മാത്യു റോബിൻസൺ ബോൾട്ടൺ, റോബർട്ട് ഓവൻ, ഹെൻറി റോബിൻസൺ ടോൺവോർ, നോ ഡൗട്ട് പയനിയേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. അപ്പോൾ അവരുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു ക്ലാസിക്കൽ തിയറി. അവർ എന്താണ്, മാനേജ്മെൻറ്റ് തോട്ടിൻ്റെ പയനീഴ്സ് തന്നെയാണ്. പക്ഷേ അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. പക്ഷേ അവരുടെ കാലത്ത് വലിയ ഇമ്പാക്റ്റ് ഒന്നും മാനേജ്മെൻറ്റിൻ്റെ മുകളിൽ അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ദ റിയൽ ബിഗിനിങ് ഓഫ് ദ സയൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഡിഡ് നോട്ട് ഒക്യൂർ അണ്ടിൽ ദ ലാസ്റ്റ് ഡീക്കേഡ് ഓഫ് 19th century. 19th centuryൻ്റെ ലാസ്റ്റ് ഡീക്കേഡിന് വരെ ഇവിടുത്തെ ഒരു മാനേജ്മെൻറ്റ് റിയൽ ബിഗിനിങ് ഒക്യൂർ ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. ഡ്യൂറിങ് ദിസ് പീരീഡ് പീപ്പിൾ ലൈക്ക് FW ടൈലർ, HL ഗാണ്ട്, എമേഴ്സൺ, ഫ്രാങ്ക് ആൻഡ് ലില്യൻ ഗിൽബർട്ട് എക്സെട്ര. എന്ന് വെച്ചെങ്കിൽ FW ടൈലറുടെയും HL ഗാണ്ടിൻ്റെയും എമേഴ്സണിൻ്റെയും ഫ്രാങ്ക് ആൻഡ് ലില്യൻ ഗിൽബർട്ടിൻ്റെയും കാലഘട്ടത്തിലാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് കൂടുതലായിട്ട് എന്ത് ചെയ്തത്, സ്പ്രെഡ് ഔട്ട് ചെയ്തത്. അതാണ് ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. ഈ ക്ലാസിക്കൽ തിയറി തന്നെ 3 തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസിക്കൽ തിയറി തന്നെ 3 തരംതിരിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഓഫ് ടൈലർ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ഫയോൾ, ബ്യൂറോക്രാറ്റിക് മോഡൽ ഓഫ് മാക്സ് വെബർ. അതിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഓഫ് ടൈലറുടെയാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പം ആ ഒരു ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ഈ ഒരു ടൈലർ ആരാണെന്നുള്ളതും അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സും അതേമാതിരി സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുമാണ് അതിൽ പറയണത്. അപ്പം ടൈലർ ആരാണ്? ടൈലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെഡറിക് വിൻസ്ലോ ടൈലർ, ഹു വാസ് ബോൺ ഇൻ 1856 അദ്ദേഹം ബോൺ ചെയ്തത്, 1915 മരിച്ചു. അപ്പം അവർ ഈ ഒരു FW ടൈലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1870 ഫിലാഡൽഫിയയിൽ ഒരു സ്മോൾ മെഷീൻ മേക്കിംഗ് ഷോപ്പിൽ അപ്രൻറ്റീസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിയിട്ട് അപ്രൻറ്റീസിൽ നിന്ന് മെക്കാനിസ്റ്റ് ഫോർമാനുമായി. പിന്നെ 3 വർഷത്തിന് ശേഷം ആഫ്റ്റർ 3 years മിഡ്വെൽ സ്റ്റീൽ കമ്പനിയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. 2 വർഷത്തിന് ശേഷം പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഹി ബിക്കെയിം എ ഗ്യാങ് ബോസ് ആയിട്ട് മാറി, ചീഫ് എഞ്ചിനീയർ ആയിട്ട് മാറി. പിന്നെ FW ടൈലറുടെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു, എക്സ്പീരിയൻസസിനെയും എക്സ്പെരിമെൻസിനെയും ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
പിന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തു എന്നാണ് പറയണത്. പിന്നെ നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ് ആണ്. ദ എൻറ്റയർ വർക്ക് വാസ് ഡൺ ബൈ വർക്കേഴ്സ്. ആദ്യം ഈ ഒരു മൊത്തം വർക്ക്, ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ വർക്കും ഡൺ ചെയ്തിരുന്നത് വർക്കേഴ്സ് ആയിരുന്നു. അവിടെ ദർ വേർ നോ സെപ്പറേറ്റ് ടീം ഫോർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് വർക്ക് പ്ലാൻ ചെയ്യാനും വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ടീമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടൈലർ ഡിവൈഡ് ദ എൻറ്റയർ വർക്ക് ഇൻ ടു 2 പാർട്സ്, നെയിംലി പ്ലാനിങ് ആൻഡ് ഡൂയിങ്. അപ്പോൾ ടൈലർ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഈ ഒരു വർക്കിനെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2 എണ്ണമായിട്ട് തരംതിരിച്ചു എന്നാണ് പറയണത്. ഇറ്റ് വാസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സൂപ്പർവൈസേഴ്സ് ടു പ്ലാൻ ദ വർക്ക് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ വർക്കർ ഈസ് റിക്വയർഡ് ടു ഡു ആൻഡ് എൻഷുർ ദാറ്റ് ടൂൾ ഈസ് റിക്വയർഡ് ബൈ ദം ആർ മെയ്ഡ് അവൈലബിൾ ടു ദം. അപ്പോൾ സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, ഒരു ഇൻഡിവിജ്വൽ വർക്കറുടെ വർക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളത് സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേമാതിരി തന്നെ അവർക്ക്, ആ ഒരു വർക്കർക്ക് മതിയായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടെന്ന്, ടൂൾസും എക്യുപ്മെൻറ്റ്സൊക്കെ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതും ആരാണ്, സൂപ്പർവൈസറാണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ഈ ഒരു എൻറ്റയർ വർക്കിനെ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിനെയാണ് എന്ത്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അല്ലേ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ആ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താ പറയുക, ഈ ഒരു ഫാക്ടറി മാനേജറുടെ ജോലിയിൽ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തിട്ട് 2 ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി. അതാണ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും. പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് വരിക, ഇതൊന്നും ഇതിൽ പറയണില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇതൊരു നമ്മുടെ +2 കൊമേഴ്സിലെ ടെസ്റ്റിലുണ്ട്. പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഷോപ്പ് ഡിസിപ്ലിനറിയൻ, അങ്ങനത്തെ 4 എണ്ണം കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടൈലർ എന്താ പറയുക, മിഡ്വേൽ സ്റ്റീൽ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് 2 വർഷത്തിന് ശേഷം ഗ്യാങ് ബോസ് ആയി എന്ന് പറഞ്ഞു. അപ്പം ആ ഗ്യാങ് ബോസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു പോസ്റ്റിനെയാണ് ഗ്യാങ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. റൂട്ട് ക്ലർക്ക്, ഈ ഒരു ഗ്യാങ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജോലിക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങളും ഉപകരണങ്ങളും ഒരുക്കുന്ന പണിയാണ്. ആ ഒരു വർക്കിന്, ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വർക്കിന് ആവശ്യമായിട്ടുള്ള ടൂൾസും എക്യുപ്മെൻറ്റുകളൊക്കെ ഒരുക്കുന്ന പണിയാണ് ഗ്യാങ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിപ്പോൾ ഇവിടെ പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള റൂട്ട് ക്ലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ജോലി കംപ്ലീറ്റ് ആക്കാനുള്ളൊരു ഓർഡർ ഉണ്ടാവുമല്ലോ, അത് നിശ്ചയിക്കുന്നതാണ് റൂട്ട് ക്ലർക്ക്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് ഇൻസ്ട്രക്ഷൻ കാർഡ് തയ്യാറാക്കി നൽകുക. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണി എടുക്കാനുള്ള അതിൻ്റെ ചിലവും എത്ര ടൈം ആകുന്നു രേഖപ്പെടുത്തണത്. ഷോപ്പ് ഡിസിപ്ലിനറിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ജോലിയും ചിട്ടയോട് കൂടിയിട്ട് ഡിസിപ്ലിനോട് കൂടി നടത്തി എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട്. അതൊക്കെയാണ് എന്ത്, പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വിദഗ്ധർ, സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഷോപ്പ് ഡിസിപ്ലിനറിയൻ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗ്യാങ് ബോസ് ഇപ്പോൾ നമ്മൾ നേരെ പറഞ്ഞു ടൂൾസും എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒരുക്കി വെക്കാം. സ്പീഡ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളികൾ പണി വേഗത്തിൽ നടത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ റിപ്പയർ ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യന്ത്രങ്ങളുടെ മെയിൻ്റനൻസ് ശ്രദ്ധിക്കുക. ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം, ക്വാളിറ്റി പരിശോധിക്കുക. അതൊക്കെയാണ് അതിൽ പറയണത്. പിന്നെ നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സിൽ ഒന്നാമത്തെ ഫീച്ചറാണ് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. അതിലാണ് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് കേട്ടോ. ഇനി സയൻറ്റിഫിക് ടാസ്ക് ആൻഡ് റേറ്റ് സെറ്റിംഗ് വർക്ക് സ്റ്റഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ കോമ്പണൻസിനെയും കൂടിയാണ് ഈ ഒരു വർക്ക് സ്റ്റഡി എന്ന് പറയണത് അല്ലേ. അതാണ് വർക്ക് സ്റ്റഡി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് സിസ്റ്റമാറ്റിക് ഒബ്ജക്റ്റീവ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് വിച്ച് ഇസ് ഗവേണിംഗ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് എ സ്പെസിഫൈഡ് ആക്ടിവിറ്റി ഇൻ ഓർഡർ ടു എഫക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും ക്രിട്ടിക്കലായിട്ട് എക്സാമിൻ ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. ഒരുപാട് സ്റ്റഡികളുണ്ട്. മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, റേറ്റ് സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ മാനേജ്മെൻറ്റ് ഷുഡ് ട്രൈ ടു എൻഷുർ ദാറ്റ് ദ പ്ലാന്റ് ഈസ് ലെഡ് ഔട്ട് ഇൻ ദ ബെസ്റ്റ് മാനർ ആൻഡ് ഇറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് ദ ബെസ്റ്റ് ടൂൾസ് ആൻഡ് മെഷീനറി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത ജോലി, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ജോബ്, ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതി തിരഞ്ഞെടുക്കുക, ഏറ്റവും നല്ല രീതി മനസ്സിലാക്കുന്നതിനുള്ള സ്റ്റഡിയാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഒരു ജോലി ചെയ്യാനുള്ള ഏറ്റവും നല്ല രീതി തിരഞ്ഞെടുക്കുക, ഏറ്റവും നല്ല മെത്തേഡ് ചൂസ് ചെയ്യുക. അതാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. പിന്നെ മോഷൻ സ്റ്റഡി എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് മൂവ്മെൻ്റ് ആണ് അല്ലേ. പ്രൊഡക്റ്റുകൾ ഉയർത്തുക, പ്രൊഡക്റ്റുകളുടെ ഇരിപ്പ്, പ്രൊഡക്റ്റുകളുടെ എന്താ പറയുക സ്ഥാനം മാറ്റുക, അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഒരു മോഷൻ എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ് അർത്ഥം. ആ ഒരു ചലനങ്ങളുടെ പഠനത്തിനെയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഒഴിവാക്കുക, ടു അവോയ്ഡ് അൺവാണ്ടഡ് മൂവ്മെൻറ്റ്സ് അല്ലേ. നമുക്ക് ആവശ്യമില്ലായിട്ടുള്ള ചലനങ്ങളൊക്കെ ഒഴിവാക്കുക, അതാണ് മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ. പിന്നെ ടൈം സ്റ്റഡി ആണ്, അല്ലെങ്കിൽ വർക്ക് മെഷർമെൻറ്റ്. ടൈം സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു നന്നായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു ജോലി, ഒരു വർക്ക്, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അതിനുള്ള ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു പ്ലാനിനെയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു നിശ്ചയ ജോലി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം സമയം എടുക്കുന്നു, ആ ഒരു സമയത്തിനെ നിർണ്ണയിക്കാം. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര ഇത് നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു സമയം നമ്മളോട് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, അതാണ് ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ. പിന്നെ ഫാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് അർത്ഥം അല്ലേ. ഇപ്പോൾ ഒരുപാട് ഈ വർക്കേഴ്സ് ഒരുപാട് എന്താ പറയുക പണി എടുപ്പിച്ചിട്ട് നിൽക്കുമ്പോൾ അത് പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കും. ഒരുപാട് പണി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ക്ഷീണം അങ്ങോട്ട് വരും, അവരുടെ ആ ജോലിയിലേക്കുള്ളൊരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കുറയും. അപ്പോൾ അത് പ്രൊഡക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. മറിച്ച് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെല്ലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ക്ഷീണം റെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടേ തോന്നുള്ളൂ. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് കുറച്ച് കൂടും. കുറച്ച് ഇനി റെസ്റ്റ് എടുത്ത് ഇനി അടുത്ത് ഒരു എനർജി കിട്ടിയിട്ട് അടുത്തേക്ക് പോകാമെന്നുള്ളൊരിത്. മറിച്ച് അയാൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ഒരുപാട് ക്ഷീണിച്ചിരിക്കുമ്പോൾ അയാൾക്ക് ആകെ വയ്യായി ആകും. അങ്ങനെ പ്രൊഡക്ടിവിറ്റീനെ അത് കുറയ്ക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് അനുവദനീയമായിട്ടുള്ള എന്ത് ചെയ്യുക, ഒരു ഇടവേളകളും ദൈർഘ്യങ്ങളൊക്കെ കൊടുക്കുക, അതാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ റേറ്റ് സെറ്റിംഗ് ആണ്. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ടൈം വേജ് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ട്. ഡിഫറൻഷ്യൽ പേസ് വേജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള വേതന നിരക്ക് നിശ്ചയിക്കുക അല്ലേ. ചിലർക്ക് എന്താ പറയുക, ഏറ്റവും നന്നായിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എഫിഷ്യൻ്റ് ആയവരെയും അല്ലാത്തവരെയും തിരഞ്ഞെടുത്ത് എഫിഷ്യൻ്റ് ആയവർക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, പൈസ കൊടുക്കുക, ഏണിങ്സ് അല്ല ഇത് കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഈ ഒരു പീസ് വേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ എന്നുള്ള രീതിയിൽ. ടൈം വേജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത്ര ടൈം ഉൽപ്പാദിപ്പിച്ചാൽ ഇങ്ങനെ, ഇത്ര മണിക്കൂർ ഉൽപ്പാദിപ്പിച്ച് ഇട്ടുണ്ടെങ്കിൽ ഇത്ര, ഓരോ മണിക്കൂറിനായിരിക്കും അവിടെ സമയം, മറ്റേടത്തൊരു യൂണിറ്റിനാണ് സമയം. അതാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം അല്ലെങ്കിൽ റേറ്റ് സെറ്റിംഗ് കൊണ്ട് അർത്ഥാക്കുന്നത്. പിന്നെ സ്പെഷ്യലൈസേഷനാണ് അല്ലേ. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമ്മൾ പറഞ്ഞു, അത് തന്നെയാണ് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു വർക്കിനെ തന്നെ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ബിസിനസ് സംരംഭത്തിനും ഓരോ ഓർഗനൈസേഷനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അതാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ റോ മെറ്റീരിയൽസ്, ടൈം, പ്രൊഡക്റ്റ്, അതേമാതിരി ടൂൾസ്, എക്യുപ്മെൻറ്റ്, പിന്നെ പ്രൊഡക്ഷൻ മെത്തേഡുകൾ, വർക്ക്, അത് സംബന്ധമായിട്ടുള്ള എല്ലാ നിബന്ധനകൾ എന്നിവയ്ക്കെല്ലാം നിലവാരം നിശ്ചയിക്കാം അല്ലേ. സ്റ്റാൻഡേർഡൈസേഷൻ നടത്താം, അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ജോബ് അനാലിസിസ് ആണ്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ജോബ് അനലൈസ് ചെയ്യുക എന്നുള്ള ഒരർത്ഥത്തിലാണ് അവിടെ പറയണത് അല്ലേ. ജോബ് അനാലിസിസ്, സ്റ്റാൻഡേർഡൈസേഷൻ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ ആയിരുന്നു അല്ലേ. സ്റ്റാൻഡേർഡൈസേഷൻ രണ്ടും കൂടി കൂട്ടി പറഞ്ഞിട്ടുണ്ട്, സോറി. അപ്പം അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പോലെ 2 ഫങ്ഷൻസ് ആണ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അല്ലേ, നിലവാരം നിശ്ചയിക്കുന്ന പ്രക്രിയനെയാണ് എന്ത്, സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, Taylor carried out intensive studies on time and motion about each job and incorporated such a layout in the operations that involved least moment to the workers. അതാണ് ജോബ് അനാലിസിസ് ചെയ്യുക. പിന്നെ സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സിന് മതിയായിട്ടുള്ള ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിട്ട് അവരെ സെലക്ട് ചെയ്യുക, സയൻറ്റിഫിക് ആയിട്ട് അവരെ സെലക്ട് ചെയ്യുക. അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരുടേതായിട്ടുള്ള രീതിയിൽ ഡെവലപ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, നമുക്കറിയാം മോണിറ്ററി ബെനിഫിറ്റുകൾ, സാലറി ആയിക്കോട്ടെ, ബോണസ് ആയിക്കോട്ടെ, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എൻഷുറിങ് ദാറ്റ് ദർ വാസ് നോ വേസ്റ്റേജസ് ഇൻ ടൈം ആൻഡ് മെറ്റീരിയൽ വെൽ ക്യാരിങ് ഔട്ട് ദ ജോബ്. ജോബ് നടത്തിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഒരു മെറ്റീരിയലും
ടൈമും വേസ്റ്റായിട്ട് പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. എക്കണോമീസ്. മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സുപ്പീരിയറും സബോർഡിനേറ്റും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ ഉണ്ടാവാൻ പാടില്ല. ടൈലർ വാസ് എ ഫേം ബിലീവർ ദാറ്റ് ദർ മസ്റ്റ് ബി സൗണ്ട് റിലേഷൻ ബിറ്റ്വീൻ ഹെൽത്ത് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്ന് ടൈലർ എപ്പോഴും വിശ്വസിച്ചിരുന്നു. അതാണ് മെൻ്റൽ റെവല്യൂഷൻ. ഇതൊക്കെയാണ് ഹെൻറി ഫയോളിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയാണ്? ടൈലറിൻ്റെയാണ്. ഹെൻറി ഫയോളിൻ്റെ ഇനി പറയാൻ പോകണുള്ളൂ. FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സാണ് ഇപ്പോൾ പറഞ്ഞത്. സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്, സയൻറ്റിഫിക് ടാസ്ക് ആൻഡ് റേറ്റ് സെറ്റിംഗ്, വർക്ക് സ്റ്റഡി, സ്പെഷ്യലൈസേഷൻ, ജോബ് അനാലിസിസ്, സ്റ്റാൻഡേർഡൈസേഷൻ, സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്, എക്കണോമിക്സ്, മെൻ്റൽ റെവല്യൂഷൻ എക്സെട്ര. ഇനി അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോണത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് അല്ലേ. പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ്, ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയാൻ പോണത്. ഒന്ന്, റീപ്ലേസിങ് റൂൾ ഓഫ് തമ്പ് വിത്ത് സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പഴയ റൂൾസൊക്കെ മാറ്റി സ്ഥാപിക്കുക. ഈ റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ട്രഡീഷണൽ മെത്തേഡ് ഓർ ദ മെത്തേഡ് ഡിസൈഡഡ് ബൈ ദ മാനേജർ ബേസ്ഡ് ഓൺ ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസ്. മാനേജർ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രഡീഷണൽ മെത്തേഡ്സുകൾ അപ്ലൈ ചെയ്യുക. അതാണ് റീപ്ലേസിങ് റൂൾ ഓഫ് തമ്പ് വിത്ത് സയൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഹാർമണി ഇൻ ഗ്രൂപ്പ് ആക്ഷൻ. ഹാർമണി ഇൻ ഗ്രൂപ്പ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൾ വർക്ക് ഗ്രൂപ്പ്സ് ഷുഡ് വർക്ക് ഇൻ ഹാർമണി അല്ലേ. എല്ലാ വർക്ക് ഗ്രൂപ്പ്സും ഹാർമണിയിൽ വർക്ക് ചെയ്യണം അല്ലേ. അതാണ് പറയണത്. ദേ മസ്റ്റ് ഡെവലപ്പ് ദ സ്പിരിറ്റ് ഓഫ് ഗിവ് ആൻഡ് ടേക്ക്. കൊടുക്കുക വാങ്ങുക എന്നുള്ള ആ ഒരു മനോഭാവം അവരിൽ ഉണ്ടായിരിക്കണം അല്ലേ. മാനേജ്മെൻറ്റും തൊഴിലാളികളും തമ്മിൽ പൂർണ്ണമായിട്ടുള്ള ഒരു യോജിപ്പ് ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു ഇത് പറഞ്ഞത്. ഹാർമണി, നോട്ട് ഡിസ്കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭിന്നിപ്പല്ല വേണ്ടത്, ഐക്യമാണ് വേണ്ടത്. എന്ന് വെച്ചാൽ കച്ചറയൊന്നും ഉണ്ടാക്കാണ്ട് നല്ലൊരു ഐക്യത്തിൽ പോകണമെന്ന്. ഈ ഒരു മാനേജ്മെൻറ്റിനും തൊഴിലാളികൾക്കും പരസ്പരമുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ മാറ്റത്തിന് മാത്രമേ സാക്ഷാത്കരിക്കാനാവുള്ളൂ, അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ടൈലർ അതിനെക്കൊണ്ട് പറഞ്ഞത്. അതിനെയാണ് മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, വൺ ഓഫ് ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സിൽ മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞതൊരു കൺസെപ്റ്റ് തന്നെ ടൈലർ പറഞ്ഞതാണ് അല്ലേ. അവർ തമ്മിൽ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു പോയിന്റ് ഇതിലും കൂടി പറയുന്നത്. ഹാർമണി ഇൻ ഗ്രൂപ്പ് ആക്ഷൻ, ഹാർമണി ആണ് വേണ്ടത്, നോട്ട് ഡിസ്കോഡ്, ഭിന്നിപ്പല്ല വേണ്ടത്, ഐക്യമാണ് വേണ്ടത്. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിന് സാധിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ കോപ്പറേഷൻ ആണ് വേണ്ടത്, അല്ലാണ്ട് ഇൻഡിവിജ്വലിസം അല്ല. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് എന്നുള്ള ആ ഒരു ഇതല്ല, സ്വാർത്ഥതയല്ല, സെൽഫിഷ്നെസ് അല്ല അവിടെ വേണ്ടത് അല്ലേ. അവരും മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിലുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയണത്. പിന്നെ പറയണത് എന്താണ്? മാക്സിമം ഔട്ട്പുട്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് വാസ് നീഡഡ് ടു ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് അനിവാര്യമാണ്. അത് ഉറപ്പാണ്. കാരണം വർക്കേഴ്സിന് ഉള്ള സ്കില്ലും ഇൻ്റലിജൻസും കൂടുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ഡെവലപ്ഡ് ആക്കുമ്പോൾ മാത്രമേ പ്രൊഡക്ടിവിറ്റി കൂടുള്ളൂ, എന്നാലേ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കുകയുള്ളൂ അല്ലേ. അതാണ് പറയുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി എന്നാണ് പറയണത്. അതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹെൻറി ഗാണ്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗാണ്ടിൻ്റെ 4 ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഹെൻറി ലോറൻസ് ഗാണ്ട് ആരാണെന്നും അതൊക്കെ കുറച്ച് മുന്നേ നമ്മൾ ഓരോ ഇതിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 4 കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പം ഗാണ്ട് ചാർട്ട് ടു കമ്പയർ ആക്ച്വൽ ടു പ്ലാനഡ് പെർഫോമൻസ്. ഒന്നാമത്തെ അയാളെ കോൺട്രിബ്യൂഷൻ ഈ ഗാണ്ട് ചാർട്ട് തന്നെയാണ്. ഈ ഗാണ്ട് ചാർട്ട് എന്താണെന്നൊരു സിംഗിൾ ലൈൻ ആയിട്ടുള്ള ഒരു മീനിങ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ദ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് വർക്ക് എന്ന്. പക്ഷേ ശരിക്കും എന്താണ്, ഒരു ജസ്റ്റ് ഒന്ന് മലയാളത്തിലൊന്ന് പറയുകയാണെങ്കിൽ ഈ ആദ്യമായിട്ട് വർക്കേഴ്സിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വർക്കേഴ്സിന്, ഓരോ ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സിനും ഒരു ഡെയിലി റെക്കോർഡ് അവരുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. ഈ ഒരു വർക്കർ അവർ ഓർഗനൈസേഷൻ പ്രതീക്ഷിച്ചിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്യും. അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് എത്തിയിട്ടില്ലെങ്കിൽ, അവിടേക്ക് വർക്കർ റീച്ച് ചെയ്തിട്ടില്ലെങ്കിൽ റെഡിൽ ഡിനോട്ട് ചെയ്യും.
അതാണ് ഗാണ്ട് ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ. രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ എന്താണ്? ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ ഫോർ റെമ്യൂണറേറ്റിംഗ് വർക്കേഴ്സ് ഇൻഡിക്കേറ്റിംഗ് എ മോർ ഹ്യൂമനിറ്റേറിയൻ അപ്രോച്ച്. ഹ്യൂമനിറ്റേറിയൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു മാനുഷികമായിട്ടുള്ളൊരു സമീപനം. അത് കാരണം എന്ത് ചെയ്യുക, വർക്കേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുക ടാസ്കും ബോണസ് പ്ലാനിലൂടെയൊക്കെ. അത് എയിം ചെയ്യുന്നത് എക്സ്ട്രാ വേജസ് ഫോർ എക്സ്ട്രാ വർക്ക്. കൂടുതൽ വർക്ക് എടുത്തോ കൂടുതൽ വേജസ് ഉണ്ടായിരിക്കും. ഇഫ് എ വർക്കർ ഡസ് നോട്ട് കംപ്ലീറ്റ് ഹിസ് വർക്ക് ഹീ ഈസ് പെയ്ഡ് ഓൺലി ഹിസ് ഡെയിലി മിനിമം വേജസ്. അയാളെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, വർക്കർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മിനിമം ഡെയിലി വേജസ് മാത്രമേ കിട്ടുള്ളൂ. അതാണ് രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ. മൂന്നാമത്തെ സൈക്കോളജി ഓഫ് എംപ്ലോയി റിലേഷൻസിൻ്റെ സൈക്കോളജി. അവരുടെ ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ടു ടീച്ച് ആൻഡ് ട്രെയിൻ വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യുക, ടീച്ച് ചെയ്യുക എന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിനെയാണ് ഈ ഒരു സൈക്കോളജി ഓഫ് എംപ്ലോയി റിലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ പറഞ്ഞാൽ ഗണ്ട് എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, എന്തിനാണ് കൂടുതലായിട്ട് എംഫാസൈസ് ചെയ്യുന്നത്? ലീഡർഷിപ്പിൻ്റെ മുകളിലാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതാണ് 4 കോൺട്രിബ്യൂഷൻ. മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റിൽ ഗാണ്ട് മെയ്ഡ് ചെയ്തിട്ടുള്ള 4 ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷനാണ് ഇത്. ഒന്നാമത്തെ ഗാണ്ട് ചാർട്ടാണ്, രണ്ടാമത്തെ എക്സ്ട്രാ വർക്കിന് എക്സ്ട്രാ വേജസ് കൊടുക്കുക, മൂന്നാമത്തത് എംപ്ലോയി റിലേഷൻ്റെ സൈക്കോളജി, നാലാമത്തെ ലീഡർഷിപ്പിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നർത്ഥം. ഇതൊക്കെയാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൽ വരെ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറഞ്ഞു, ക്ലാസിക്കൽ തിയറിയിൽ ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മൊത്തം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ഫയർ ഇന്ത്യയാണ്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം.